ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ 17-ാം തീയതി ആരംഭിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിരിക്കണം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇപ്പോൾ ചാർജ് വിടുന്ന ബോർഡ് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരൊന്നും ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്തെല്ലാം ഒരുക്കങ്ങളുണ്ടെങ്കിലും സീസൺ അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ എനിക്കാകെ ഇപ്പോൾ പറയാനുള്ളത്, കാരണം ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കണില്ല, ഈ സീസൺ നന്നായിട്ട് നടത്താൻ, അതല്ലെങ്കിൽ പിൽഗ്രിമേജ് നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ഭക്തന്മാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദർശനം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ദർശനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അത് വെയിറ്റ് ചെയ്യുന്ന സമയം, പൊതുവേ ഉള്ള മലയിലെ ഒരു ഹൈജീന്, മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരു സുതാര്യമായി ഉള്ള ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശബരിമലയിൽ വന്നു പോകുന്ന ആളുകൾക്ക് ഒരു തൃപ്തി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കൺസേൺ എന്ന് എനിക്ക് തോന്നുന്നു. കെ ജയകുമാർ IAS അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയായിരുന്നു. IAS ജയകുമാർ സാർ നമുക്കറിയാം, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. എത്രയോ തലങ്ങളിലിരുന്ന് നമുക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്ത, ഇപ്പോൾ ചീഫ് സെക്രട്ടറി സ്ഥാനത്തൊക്കെ ഇരുന്നുകൊണ്ട് ഒരുപാട് മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തി ആ പദവിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തീരുമാനം വന്നിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ആ രീതിയിൽ നമ്മളോട് സംസാരിച്ചപ്പോൾ നിയുക്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ കെ ജയകുമാർ IAS, ജയകുമാർ സാറിന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകൾ വേണ്ടത് ഇനിയിപ്പോൾ തീർത്ഥാടന കാലം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകൾ വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കും. ഏതായാലും തന്നെ അത് ഏൽപ്പിച്ച സർക്കാരിനോട് ഏറ്റവും വിശ്വാസ്യതയോടെ, ഏറ്റവും മികവുറ്റ രീതിയിൽ തന്നെ അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സമഗ്ര വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളതെന്ന്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ശ്രീ കെ ജയകുമാർ IAS നമ്മളേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരുന്നു എന്ന വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല, പക്ഷേ മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം തൻ്റെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ സംസാരിക്കുകയുണ്ടായി. മാധ്യമങ്ങൾ പലതും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമോ എന്നറിയാനായി ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വളരെ കൃത്യമായി തൻ്റെ ഉദ്ദേശം എന്താണ്, വിവാദങ്ങൾക്കപ്പുറത്തേക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു അദ്ദേഹം. മനു, തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വന്നു. കെ ജയകുമാർ IAS ആയിരിക്കും അടുത്ത ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ് പ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം തേടിയത്. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻഗണന എന്ന് പറയുന്നത് വരുന്ന മണ്ഡലകാലം തന്നെയാണ്. അത് കുറ്റമറ്റ നിലയിൽ വളരെ കൃത്യമായി നടപ്പാക്കാനുള്ള, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടലായിരിക്കും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന മണ്ഡലകാലം തന്നെയാണ്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് തനിക്ക് ആദ്യമായി ചെയ്യാനുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, ഇത് സംബന്ധിച്ച് ദേവസ്വം മന്ത്രി സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ സർക്കാർ ഉത്തരവ് ഉൾപ്പെടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ഈ കാര്യം സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഇക്കാര്യം സംസാരിക്കും, കൂടിയാലോചന നടത്തും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും വിവാദങ്ങളിലേക്കൊന്നും അദ്ദേഹം കടക്കുന്നില്ല എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, നിലവിലുള്ള ഈ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ എന്ത് മുൻകരുതലായിരിക്കും താങ്കൾ എടുക്കുക, ഇതൊരു മുൾക്കിരീടമാണോ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി മറുപടി പറയുന്നത്, ഒരു കിരീടത്തിനും അങ്ങനെ ഒരു മുള്ള് ഉണ്ടാവില്ല, അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ ആ കിരീടം ധരിക്കണം, എങ്ങനെ അത് ഉപയോഗിക്കണം എന്നതനുസരിച്ചിരിക്കും അതിനകത്ത് മുള്ളുകൾ വരുന്നത് എന്നതാണ്. വളരെ കൃത്യമായ മറുപടിയാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ടതാണ് കമലേഷ്, എനിക്ക് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു പോയിന്റ് ആയിരുന്നു. അത് മാധ്യമങ്ങൾ
വളരെ തന്ത്രപരമായി അദ്ദേഹത്തെ ഒന്ന് കുരുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയിന്റ്, ആ ഒരു ചോദ്യം ഇട്ടുകൊടുത്തത്. പക്ഷേ എത്ര മനോഹരമായിട്ടാണ് ജയകുമാർ സാർ അതിന് മറുപടി പറഞ്ഞു പോകുന്നത്. അതായത് മാധ്യമങ്ങൾക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്. നിങ്ങൾ ഈ വിവാദങ്ങളുടെ മാത്രം പുറകെ പോകാതെ പോസിറ്റീവ് വശങ്ങളിലേക്ക് കൂടി വരൂ എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ വാചകങ്ങളിൽ അദ്ദേഹം. മനു, തീർച്ചയായും ഈ ഏത് കിരീടത്തിലും മുള്ളുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങൾ തന്നെയാണ്. വളരെ കൃത്യമായ അജണ്ടയോടുകൂടി തന്നെ അത്തരം മുള്ളുകൾ വെച്ച് പിടിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ്, അതിനുള്ള മറുപടി തന്നെയാണ് കെ ജയകുമാർ IAS ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു കിരീടത്തിലും അങ്ങനെ മുള്ളില്ല. അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനനുസരിച്ചായിരിക്കും അതിനകത്ത് മുള്ളുകൾ വരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് വളരെ ഭംഗിയായി, വളരെ കൃത്യമായി, നിയമപരമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും അവിടെ വരാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആ നിലയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും മറ്റ് വിവാദ വിഷയങ്ങളിലേക്കൊന്നും തന്നെ അദ്ദേഹം കടന്നിട്ടില്ല. ഇതിലിപ്പോൾ ഔദ്യോഗികമായൊരു പ്രഖ്യാപനം വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലൊന്നും ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും വളരെ കൃത്യമായ മറുപടി, വളരെ പക്വമായ മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നിലവിലിപ്പോൾ ഈ തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ദേവസ്വം മന്ത്രി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് കാണാനിരിക്കുന്നതേ ഉള്ളൂ, കാര്യങ്ങൾ സംസാരിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതോടൊപ്പം സർക്കാർ ഉത്തരവ് കൂടി ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് മണ്ഡലകാലത്തെക്കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന മണ്ഡലകാലം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും താൻ ചെയ്യുക എന്നതാണ് കെ ജയകുമാർ IAS വ്യക്തമാക്കുന്നത്. മനു, ശരി, തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്.